ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനായിക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ജെമിനായി സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസ്, നക്ഷത്രം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും ബാധിക്കില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണത്, നിങ്ങളുടെ ലൈഫിൽ മാച്ച് ആവണത് നിങ്ങൾ എടുക്കുക, അതല്ലാണ്ട് ബാക്കിയുള്ള മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, ഫ്യൂച്ചർ ആക്ഷൻ, ഔട്ട്കം, അതൊക്കെ നമ്മൾ നോക്കാൻ പോണത് ഇന്ന്. അപ്പോൾ എന്താ മെസ്സേജസ് പറയണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം? നിങ്ങളുടെ ഓവറോൾ എനർജി ചാരിയറ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? അവരുടെ ഓവറോൾ എനർജി ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ ഹാങ്ഡ് മാൻ ആണ്. എന്താണ് പാസ്റ്റിലുണ്ടായത്? 8 ഓഫ് പെൻറ്റക്കിൾസ്. എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടി? കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ 9 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഇവരുടെ കറണ്ട് ഫീലിങ്സ് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. എന്താണ് നിങ്ങളുടെ ഇന്റൻഷനിൽ ഞാൻ കാണുന്നത് 4 ഓഫ് വാൻഡ്സ് ആണ്. എന്താണ് ഈ പേഴ്സൻ്റെ ഇന്റൻഷൻ? അവരുടെ ഇന്റൻഷൻ സ്ട്രെങ്ത്. എന്താണ് ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ? നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ മജിഷ്യൻ. എന്താണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ? ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ കിങ് ഓഫ് കപ്സ്. എന്താണ് ഔട്ട്കം? അപ്പോൾ ജെമിനായി, ഇവിടെ ഞാൻ കാണുന്നത് ചാരിയറ്റ് എനർജിയാണ് വന്നിരിക്കണേ നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. അപ്പോൾ ചാരിയറ്റ് മുമ്പോട്ടേക്ക് പോണ എനർജിയാണ്, പക്ഷേ ഇതിൽ ചോയ്സും ഉണ്ട്. 2 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാണ്ട് എവിടേക്കാണ്, ഏത് ഡിറക്ഷനിലേക്കാണ് പോകേണ്ടത്, എന്താ വേണ്ടത്. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകാൻ റെഡിയാണ്, പക്ഷേ എന്തോ ഇവിടെ ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാണ്ട്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു പുതിയ തുടക്കമാണ്. അവർക്കൊരു സ്റ്റേബിൾ ബിഗിനിങ് വേണം, നിങ്ങളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് വേണം. അപ്പോൾ എന്താണ് ഈ ചാരിയറ്റ് എനർജി ഇവിടെ? അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്യണം എന്നുണ്ടാവില്ല. ഈ മാസം തന്നെ എന്തോ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പോകണു. എന്താണ് ഈ പേഴ്സൻ്റെ എനർജിയിൽ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നത്? ഇവർക്ക് ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട്, പക്ഷെ ഒരു പേടിയും ഉണ്ട്. എന്താ വെച്ചാൽ മുമ്പും അവർക്ക് കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ല ഈ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത്, ഒന്നും അറിയില്ല അവർക്ക്. അപ്പോൾ ഒരു പേടി മനസ്സിൽ, എന്താ ആക്ഷൻ എടുക്കണോ വേണ്ടേ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും സിറ്റുവേഷൻ ആക്ച്വലി ഒന്നും ഒരു മൂവ്മെൻ്റ് ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങളും ഒന്നും മുമ്പോട്ടേക്ക് കൊണ്ടുപോകില്ല, ഇവരും ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. അപ്പോൾ 2 ഭാഗത്തിനും നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ് ഈ ഹാങ്ഡ് മാൻ? പക്ഷേ ഇവിടെ ഒരു മെസ്സേജ് വരും. നിങ്ങൾ അവർക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടാവും, അതല്ല വെച്ചാൽ അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഒരു പുതിയ തുടക്കം കാണാണ്ട്. പാസ്റ്റിൽ എന്താ ഉണ്ടായ? പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാൻ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണുന്നത്. അപ്പോൾ ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നിങ്ങൾ രണ്ടാളും മേ ബി സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി ഉണ്ടായിരുന്നു പാസ്റ്റിൽ. പക്ഷെ എവിടെയോ നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ കരിയറിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരീഡ് ആണ്, അതല്ല വെച്ചാൽ ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ എന്തോ അങ്ങനത്തെ ഒരു ലീഗൽ സിറ്റുവേഷൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണ് വേണ്ടിയിട്ട് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിഷ് ഉണ്ട്, അത് ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വേണം എന്നാണ് നിങ്ങൾ പ്രേ ചെയ്യണം. അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലൊരു വിഷ് ഉള്ളത്. ആ വിഷ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗ്രാൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഡിസിഷൻ
പൊസിഷൻ എടുക്കാൻ നോക്കണു. എന്താ വേണ്ടേ, എങ്ങനെയാണ് ഇത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണ്ടേ, ഇതിങ്ങനെയാണോ പറയുക, അങ്ങനെയാണോ ഞാൻ എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നത് പാസ്റ്റിൻ്റെയും ചില എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ പുതിയ റിലേഷൻഷിപ്പ്, പാസ്റ്റ് റിലേഷൻഷിപ്പ്, അതിന് എന്താ നിങ്ങൾ പഠിച്ചത് അതൊക്കെ യൂസ് ചെയ്യണു, ആ എക്സ്പീരിയൻസ് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യണു. അപ്പോൾ അങ്ങനത്തെ നിങ്ങളൊരു ജഡ്ജ്മെൻറ്റ് കോൾ ഉണ്ടാക്കാൻ നോക്കണു. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് തുറന്ന് പറയണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡിവോഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഇവരിപ്പോൾ പക്ഷെ സിംഗിളാണ്. പക്ഷെ ഞാൻ കാണുന്നത് അവർക്ക് നിങ്ങളോട് എല്ലാം കാര്യങ്ങളും അവരുടെ പാസ്റ്റിൻ്റെ കറണ്ട് ഫീലിങ്സ് എല്ലാം അവർക്ക് തുറന്ന് സംസാരിക്കണം എന്നാണ്. അതല്ല വെച്ചാൽ ഡിവോഴ്സ് നിങ്ങളുടെ ഭാഗത്തിലും ആവാം. ഓക്കെ, എവിടെയോ ഞാൻ ഇവിടെ ഒരു ഡിവോഴ്സ്ഡ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഡിവോഴ്സ്ഡ് അല്ല വെച്ചാൽ മേ ബി ക്വീൻ ഓഫ് സോഡ്സ് ഒരു കുറേ പ്രാക്ടിക്കൽ എനർജിയും ആവാം. അപ്പോൾ അവർക്ക് അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ടാവും, അത് നിങ്ങൾ പ്രാക്ടിക്കലാണ്, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല, നിങ്ങളുടെ ഇമോഷൻസ് കാണിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംശയങ്ങൾ അവർക്കും ഉണ്ടാവും. എന്തായാലും നിങ്ങളുടെ ഇൻറ്റൻഷൻ ഞാൻ കാണുന്നത് ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം, നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു കല്യാണം കഴിക്കണം എന്നുണ്ട്, ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, കുട്ടികൾ വേണം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് ഇൻറ്റൻഷനായിട്ട്. അതിൽ നിങ്ങൾ വർക്ക് ചെയ്യണു. വേറെ ഫാമിലി ഫ്രണ്ട്സിനോടും വേണിച്ചാൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇത് സ്ട്രെങ്ത് എനർജിയാണ് ഇവരുടെ ഇൻറ്റൻഷൻ. അപ്പോൾ ഇവർക്ക് അവരുടെ മനസ്സിൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയണം എന്നുണ്ട്, പക്ഷെ അതിൻ്റെ പേടി എന്താ വേണ്ട അറിയില്ല. 6 ഓഫ് കപ്സ് ഇവിടെ റീകൺസിലിയേഷൻ എനർജിയാണ്. അപ്പം നിങ്ങൾ രണ്ടാളും എന്തോ കാരണം കൊണ്ട് പിരിഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു റീകൺസിലിയേഷൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷനിൽ അതുണ്ട്, പക്ഷെ അവർക്കൊരു പേടി കണക്ട് ചെയ്യാൻ. നിങ്ങളുടെ ആക്ഷൻ മജിഷ്യൻ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണോ ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ. എന്താണ് ഈ മജിഷ്യൻ എനർജി? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഞാൻ കാണുന്നത് ഒരു കുറേ ബാലൻസ്ഡ് എനർജിയാണ് നിങ്ങളുടെ കരിയറിലും അത്ര തന്നെ ഫോക്കസ് ചെയ്യണത്. പക്ഷേ ഇവിടെ ഒരു പുതിയ തുടക്കം ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യും. പക്ഷേ ഈ കാര്യം നിങ്ങൾ മെല്ലെ ആയിരിക്കും ഇവരോട് പറയുന്നുണ്ടാവും. അവരെ ഉടനെ കോണ്ടാക്ട് ചെയ്ത് ഉടനെ ഈ കാര്യങ്ങളൊന്നും പറയാനുള്ള പ്ലാൻ ആയിരിക്കില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ സിറ്റുവേഷനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ ആണ്. അപ്പോൾ അതുമാതിരി നിങ്ങൾ ആക്ഷൻ എടുക്കും. ഈ പേഴ്സൻ്റെ ആക്ഷൻ കിങ് ഓഫ് കപ്സ്. അവരും ഇമോഷണലി കണക്റ്റഡ് ആണ് നിങ്ങളുടെ കൂടെ. അവരും ഒരു ചാൻസ് എടുക്കും, ഇവിടെ നിങ്ങളോട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. പക്ഷെ അവരുടെ എനർജിയിൽ എന്താ വെച്ചാൽ കിങ് ഓഫ് കപ്സ് ആണ്. കുറേ ഇമോഷൻസ് ആണ് അവരുടെ. നിങ്ങളുടെ കുറേ പ്രാക്ടിക്കൽ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് കാണാണ്ട് എന്താണ് ഔട്ട്കം ഇവിടെ? ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ തുറന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ അത് ഇപ്പോൾ ചേഞ്ച് ആവാൻ പോകുന്നുണ്ട് ഈ മാസം. കിങ് ഓഫ് വാൻസ്, 4 ഓഫ് പെൻറ്റിക്കിൾസ്. കുറേ ഹെസിറ്റേഷൻ ഉണ്ട് സംസാരിക്കാൻ. ത്രോട്ട് ചക്ര, ഹാർട്ട് ചക്രയിൽ ബ്ലോക്ക്. ഹൈറോഫാൻറ്റ്. പക്ഷേ ഇത് ഡിവൈൻ ടൈമിങ്ങിലെല്ലാം ശരിയാവും. ഞാൻ കാണുന്നത് ഇവിടെ ഒരു മാരേജിൻ്റെ എനർജി ഉണ്ട്. അതിൻ്റെ തുടക്കം പറഞ്ഞാൽ കാര്യങ്ങൾ തുടങ്ങണത് ഈ മാസമായിരിക്കാം. പക്ഷെ ഈ കാര്യം, ഈ റിലേഷൻഷിപ്പ് പ്രോഗ്രസ് ചെയ്യണത് മെല്ലെ ആയിരിക്കും. ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ഫ്യൂച്ചർ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇവിടെ. അപ്പോൾ ടോറസ് എനർജി ഉണ്ട് ഇവിടെ. ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ സ്പിരിച്വൽ ലെസൺ എന്ന് വന്നിട്ടുണ്ട്. അത് അല്ലാണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് റിലിജ്യനും വേറെ ആയിരിക്കാം. റിലിജ്യൻ, കാസ്റ്റ്, അതിൻ്റെയും പ്രശ്നം ഉണ്ടാവാം. എന്താ വെച്ചാൽ നിങ്ങൾ അതുകൊണ്ടും ചിലപ്പോൾ മുമ്പോട്ട് പോകണോ വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ്. സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ജെമിനായി. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.